ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മടക്കപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഓരോ ചടങ്ങുകളിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പലഹാരമായിരുന്നു നമ്മുടെ മടക്കപ്പം. നമ്മൾ വയറ് കാണൽ ചടങ്ങിലും അതുപോലെ തന്നെ വിരുന്ന് പോക്കിനും ഒക്കെ നമ്മൾ ഇത് ഒഴിവാക്കത്തില്ലായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മടക്കപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ആരും വീടുകളിലൊന്നും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ ബേക്കറി കടയിലൊക്കെ കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ 1 കിലോ വെച്ച് ധാരാളം ഉണ്ടാക്കാനും കഴിയും. ഒരു ബോട്ടിൽ ഒരു ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ കുറേ നാൾ അത് തണുക്കാതെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുവേ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്സായിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു വിഭവമാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി വെള്ളം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള ഐറ്റംസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടുതലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ വെള്ളമയം ഒന്ന് വലിഞ്ഞാൽ മാത്രം മതിയേ. ഇതിലേക്കൊരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഞാൻ ഒത്തിരി നേരം ഇട്ടൊന്നും വറുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഒന്ന് വെള്ളം വലിഞ്ഞിടം വരെ. അപ്പോൾ അത് കേടാകാതെ ഇരിക്കുമല്ലോ. ഇനി നമുക്ക് ഇതേ ഉരുളിയിലേക്ക് തന്നെ കുറച്ച് റവയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത റവ തന്നെയാണ്, എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണേ. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. റവയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിത് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചതാണ്. ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ഇട്ടടിച്ചത്. പിന്നെ ഞാൻ കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്. ഇത് 50 ഗ്രാം കൽക്കണ്ടവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഞാൻ കൽക്കണ്ടവും ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചസാരയൊക്കെ കുറച്ചത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണേ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തത്. ഇത്രയും വേണമെന്നില്ല, നമ്മൾ ഇനി ഇത് വറക്കുമ്പോൾ ഒന്നുകൂടെ സൈസായിട്ട് വരും. ഒരു പപ്പടത്തിൻ്റെ ഷേപ്പായാലും മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂണോളം വെച്ച് കൊടുക്കാവേ. നല്ല ഫില്ലിങ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഒന്ന് മടക്കി എടുത്തിട്ട് സൈഡ് ഒന്ന് രണ്ടും കൂടെ ഒന്ന് ഇങ്ങനെ തിരിച്ച് വെച്ച് ഒരു ഷേപ്പാക്കി എടുക്കണേ. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കാൻ സമയം പോകുന്ന മടിയുള്ളവർക്കൊക്കെ, ഇങ്ങനെ വെക്കാൻ അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചാണെങ്കിൽ 2 സൈഡും കൂടെ ഒട്ടിച്ചാൽ മതിയാവും. ഒന്ന് ഓടിച്ചിങ്ങനെ ചെയ്തിട്ടെ അതിൻ്റെ മുകളിൽ കൂടെ ഫോർക്ക് വെച്ചൊന്ന് ചെയ്താൽ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കി എടുക്കാവേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാവേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, നന്നായിട്ട് അത് ക്രിസ്പി ആയിട്ട് കിട്ടണ്ടേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ നിറമായി പോകും. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ഒരാൾ വറുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയുമേ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ആദ്യത്തെ സെറ്റ് നമ്മൾ വറുത്ത് കോരിയെടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മടക്കപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സെറ്റ് കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊള്ളിയും ഇച്ചിരിയും കൂടെ സൈസായിട്ട് വരും. അത് ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ
ഇത്രയും വലിപ്പം വേണമെന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. മിനിമം ഒരു പപ്പടത്തിൻ്റെ അത്രയെങ്കിലും വലിപ്പം വേണം. പരത്തത് നമ്മുടെ മടക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. സൈഡൊക്കെ കണ്ടോ, അറിയാൻ വയ്യാത്തവർക്ക് വരെ ഉണ്ടാക്കാം. സൗണ്ട് കേട്ടില്ല, നല്ല ക്രിസ്പിയാണ്. നമുക്ക് പൊട്ടിക്കാൻ വരെ ഇച്ചിരി പാടുണ്ട്. കണ്ടോ, അകത്ത് ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. ഏലക്കയുടെയും നെയ്യുടെയൊക്കെ ഫ്ലേവറുണ്ട്. ഇടയ്ക്ക് കടിക്കാൻ നമ്മുടെ കൽക്കണ്ടമൊക്കെ കിട്ടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബായ്.